ഗുഡ് മോർണിംഗ്. ഇന്നത്തെ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിനെ കുറിച്ചാണ്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ്. ദ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വാസ് ആൻ ഇൻ്റർനാഷണൽ scientific research project with the goal of determining the base pairs that make up human DNA and of identifying, mapping, and sequencing all of genes of the human genome from both a physical and a functional standpoint. It remains the world's largest collaborative biological project. അതായത് ഹ്യൂമൻ ഡി എൻ എനെ ഉണ്ടാക്കുന്ന ബേസ് പെയേഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാനും മാപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഇൻ്റർനാഷണലി നടത്തിയ സയൻറ്റിഫിക് റിസർച്ച് പ്രൊജക്റ്റാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ആദ്യമായി ഈ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ഹിസ്റ്ററി ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചും ആരാണ് ഇത് തുടങ്ങി വെച്ചത് എന്നുള്ളതിനെക്കുറിച്ചെല്ലാം. ദ ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വാസ് എ 13-year long publicly funded project initiated in 1919 with the objective of determining the DNA sequence of the entire euchromatic human genome within 15 years. അതായത് എൻഡിയർ യൂക്രോമാറ്റിക് ഹ്യൂമൻ ജീനോമിൻ്റെ DNA സീക്വൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1990-ൽ ആരംഭിച്ച ഒരു 13 വർഷം നീണ്ട വലിയൊരു പ്രൊജക്റ്റായിരുന്നു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. 1985 മേയിൽ റോബർട്ട് സിൻഷീമിയർ എന്ന ഒരാൾ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ ഒരു വർക്ക്ഷോപ്പ് ആരംഭിച്ചു ടു ഡിസ്കസ് ദ ഫീസിബിലിറ്റി ഓഫ് ബിൽഡിംഗ് എ ജീൻ സീക്വൻസിംഗ് capability. In March, the Santa Fe workshop was organized by Charles DeLisi and David Smith of the Department of Energy's Office of Health and Environmental Research. At the same time, Renato Del Becco, president of the Salk Institute for Biological Studies, proposed whole genome sequencing in an essay in Science. ഇതേ സമയത്ത് തന്നെ സാൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ബയോളജിക്കൽ സ്റ്റഡീസിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള റെനാറ്റോ ഡെൽബെക്കോ വോൾ ജീനോം സീക്വൻസിനെ കുറിച്ച് ഒരു എസ്സേയിൽ പ്രപ്പോസ് ചെയ്തു. ആ പബ്ലിഷ് ചെയ്ത വർക്കിൻ്റെ പേരായിരുന്നു എ ടേണിംഗ് പോയിന്റ് ഇൻ ക്യാൻസർ റിസർച്ച്, സീക്വൻസിംഗ് ദ ഹ്യൂമൻ ജീനോം. ജെയിംസ് വാട്സൺ followed 2 months later with the workshop held at the Cold Spring Harbor Laboratory. Thus, the idea for obtaining a reference sequence had 3 independent origins: Sinclair, Delbecco, and DeLisi. Ultimately, it was the actions of DeLisi that launched the project. അതായത് ഇങ്ങനെ ഒരു ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്യാൻ കാരണക്കാരൻ ഡെലീസി ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഫണ്ടിങ് പ്രധാനമായി നടത്തിയത് അമേരിക്കൻ ഗവൺമെൻറ്റാണ്. അവർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഹെൽത്ത് വഴിയാണ് ഫണ്ടിങ് നടത്തിയത്. അവർ മാത്രമല്ല, ലോകത്തുള്ള പല ഗ്രൂപ്പുകളും ഇതിലേക്ക് ഫണ്ട് ചെയ്തിട്ടുണ്ട്. Most of the government-sponsored sequencing was performed in 20 universities and research centers in the United States, the United Kingdom, Japan, France, Germany, India and China. അതായത് ഗവൺമെൻറ് സ്പോൺസർഡ് ആയിട്ടുള്ള ജീനോം സീക്വൻസിങ് കൂടുതലായി നടന്നത് 20 യൂണിവേഴ്സിറ്റികളിലും US-ലും UK-യിലും ജപ്പാനിലും ഫ്രാൻസിലും ജർമ്മനിയിലും ഇന്ത്യയിലും ചൈനയിലും അടക്കമുള്ള റിസർച്ച് സെൻറ്റേഴ്സിലുമാണ്. The Human Genome Project originally aimed to map the nucleotides contained in a human haploid reference genome. അതായത് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ ഹാപ്ലോയിഡ് റെഫറൻസ് ജീനോമിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏകദേശം 3 ബില്യണിലധികം ഉള്ള ന്യൂക്ലിയോടൈഡ്സിനെ മാപ്പ് ചെയ്യുക എന്നതായിരുന്നു. In 1919, the 2 major funding agencies, DOE, Department of Energy, and National Institutes of Health, developed a memorandum of understanding in order to coordinate plans and set the clock for the innovation of the project to 1919. The $3 billion project was formally founded in 1919 by the US Department of Energy and the National Institutes of Health and was expected to take 15 years. 1990 ആരംഭിച്ച ഈ പദ്ധതിക്ക് ഏകദേശം $3 ബില്യൺ ചെലവ് വരുമെന്നാണ് കരുതിയിരുന്നത്. അതായത് ഇന്നത്തെ വിലയനുസരിച്ച് ഏകദേശം 300 കോടിയിലധികം രൂപ. അതുമാത്രമല്ല 15 വർഷത്തോളം എടുക്കും ഈ പ്രൊജക്റ്റ് തീരാനെന്നാണ് അവർ കരുതിയിരുന്നത്. അത്രയും കാലതാമസം എടുക്കാതെ 13 വർഷം കൊണ്ട് അവർ ഈ പ്രൊജക്റ്റ് തീർത്തു. മാത്രമല്ല ഈ പ്രൊജക്റ്റിനുള്ള കോസ്റ്റും 2 ബില്യണിൽ നിർത്താനും അവർക്ക് സാധിച്ചു. 2 technologies enabled the project: gene mapping and DNA sequencing. 2 ടെക്നോളജീസാണ് ഈ പ്രൊജക്റ്റ് വഴി ഇനേബിൾ ചെയ്തു വന്നത്. ഒന്ന് ജീൻ മാപ്പിങ്ങും 2 DNA സീക്വൻസിങ്ങും. The gene mapping technique of restriction fragment length polymorphism arose from the search for location of the breast cancer gene by Dr. Mark Skolnick of the University of Utah, which began in 1974. Because of widespread international cooperation and advances in the field of genomics,
especially in sequence analysis as well as major advances in computing technology. A rough draft of the genome was finished in 2000 ജൂൺ 26 ഈ റഫ് ഡ്രാഫ്റ്റ് ഫിനിഷായ കാര്യം അനൗൺസ് ചെയ്തത് അന്നത്തെ യു എസ് പ്രസിഡൻ്റായിരുന്ന ബിൽ ക്ലിൻ്റനും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ടോണി ബ്ലെയറും ചേർന്നാണ്. Ongoing sequencing led to the announcement of the essentially complete genome on April 14, 2003, 2 years earlier than planned. 2003 ഏപ്രിൽ 14 ഈ ജീനോം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തത് അവർ അനൗൺസ് ചെയ്തു. അവർ പ്ലാൻ ചെയ്തതിനേക്കാളും 2 വർഷം മുമ്പ് അവർ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു. In May 2006, another milestone was passed on the way to completion of the project, when the sequence of the very last chromosome was published in Nature. 2006 മെയ്യിൽ ഈ പ്രൊജക്റ്റിൻ്റെ കണ്ടുപിടിക്കാൻ ബാക്കിയുള്ള അവസാനത്തെ ലാസ്റ്റ് ക്രോമസോമിൻ്റെയും സീക്വൻസ് കണ്ടുപിടിച്ചതോടുകൂടി ഈ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷനിലേക്ക് ഒരു നാഴികക്കല്ലോടിയായി. ഇനി നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കാം. ദ സീക്വൻസിങ് ഓഫ് ദ ഹ്യൂമൻ ജീനോം ഹോൾഡ്സ് ബെനിഫിറ്റ്സ് ഫോർ മെനി ഫീൽഡ്സ് ഫ്രം മോളിക്കുലർ മെഡിസിൻ ടു ഹ്യൂമൻ എവല്യൂഷൻ. ഈ ഹ്യൂമൻ ജീനോം സീക്വൻസ് ചെയ്തത് വളരെ വലിയ ഉപകാരമാണ് പല ഫീൽഡുകൾക്കും കൊടുക്കുന്നത്. ഫ്രം മോളിക്കുലർ മെഡിസിൻ ടു ഹ്യൂമൻ എവല്യൂഷൻ. The Human Genome Project, through its sequencing of the DNA, can help us understand diseases including genotyping of specific viruses to direct appropriate treatment, identification of mutations linked to different forms of cancer, the design of medication, and more accurate prediction of their effects. Advancement in forensic applied sciences, biofuels, and other energy applications, agriculture, animal husbandry, bioprocessing, risk assessment, ബയോആർക്കിയോളജി, ആന്ത്രപ്പോളജി ആൻഡ് എവല്യൂഷൻ. ഈ തന്നിരിക്കുന്നവയിലൊക്കെ ജീനോം സീക്വൻസിങ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് വളരെയധികമാണ്. വേറൊരു പ്രപ്പോസ്ഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇസ് ദ കൊമേഴ്ഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ജീനോമിക്സ് റിസർച്ച് റിലേറ്റഡ് ടു DNA ബേസ്ഡ് പ്രൊഡക്ട്സ്, എ $multi-billion ഇൻഡസ്ട്രി. അടുത്തതായി നമുക്കിതിൻ്റെ ടെക്നിക്സ് നോക്കാം. The process of identifying the boundaries between genes and other features in a raw DNA sequence is called genome annotation and is in the domain of bioinformatics. ഒരു റോയിലുള്ള DNA സീക്വൻസിൻ്റെ ഫീച്ചേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ജീൻസുകളുടെ ഇടയിലുള്ള ബൗണ്ടറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ജീനോം അനോട്ടേഷൻ. ഇത് ബയോ ഇൻഫർമാറ്റിക്സിലെ ഡൊമൈനായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എത്തിക്കൽ, സോഷ്യൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിനെ കുറിച്ച് നോക്കാം. At the onset of the Human Genome Project, several ethical, legal, and social concerns were raised in regard to how increased knowledge of the human genome could be used to discriminate against people. One of the main concerns of most individuals was the fear that both employers and health insurance companies would refuse to hire individuals or refuse to provide insurance to people because of a health concern indicated by someone's genes. ഈ പ്രൊജക്റ്റിൻ്റെ തുടക്കകാലത്ത് പല എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ കൺസേൺസും ഉയർന്നു വന്നിരുന്നു. അതിൽ ഒന്നായിരുന്നു ഹ്യൂമൻ ജീനോമിനെ കുറിച്ചുള്ള ഇൻക്രീസ്ഡ് ആയിട്ടുള്ള നോളജ് ആളുകളെ തമ്മിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമോ എന്നത്. വേറൊരു പ്രധാന കൺസേണായിട്ട് ഉയർന്നു വന്നിരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനീസും ആളുകൾക്ക് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് റിഫ്യൂസ് ചെയ്യുമോ എന്നതായിരുന്നു. ബിക്കോസ് ഓഫ് എ ഹെൽത്ത് കൺസേൺ ഇൻഡിക്കേറ്റഡ് ബൈ സമ്മൺസ് ജീൻസ്. In 1996, the US passed the Health Insurance Portability and Accountability Act, which protects against the unauthorized and non-consensual release of individually identifiable health information to any entity not actively engaged in the provision of healthcare services to a patient. അതായത് 1996 US ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി. അതിന് പ്രകാരം ഒരു ഇൻഡിവിജ്വലിനെ കുറിച്ചുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻ അൺഓതറൈസ്ഡ് ആയിട്ടും നോൺ കൺസെൻഷ്വൽ ആയിട്ടും റിലീസ് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു. Along with identifying all of the approximately 20,000 to 25,000 genes, the Human Genome Project also sought to address the ethical, legal, and the social issues that were created by the onset of the project. ഹ്യൂമൻ ജീനോമിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള 20,000 മുതൽ 25,000 ജീനുകളെ കണ്ടുപിടിക്കുക മാത്രമല്ല ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് ചെയ്തത്. അതിന് തുടക്കത്തിലുണ്ടായിരുന്ന എല്ലാ എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിനെ സോർട്ട് ഔട്ട് ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റിൻ്റെ ലോഗോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ലോഗോയാണ്. ഇതോടെ എൻ്റെ ടോപ്പിക് ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.